ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു നാടൻ ചിക്കൻ കറിയാണ് ആക്കാൻ പോകുന്നത്. ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് ആക്കുന്നത്. അത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും എല്ലാം കൂട്ടാൻ പറ്റുന്നതാണ്. അപ്പോൾ ചിക്കൻ 1/2 കിലോ എടുത്തിട്ട് ഞാനതിൽ ഉപ്പും മഞ്ഞളും കുരുമുളകും ഇട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 20ഓളം ചെറുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഈ വിഭവത്തിൻ്റെ മെയിൻ ടേസ്റ്റ് ഇതാണ്. അതുപോലെ വലിയൊരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സവാളയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ഉള്ളി എടുത്തു വിചാരിച്ചിട്ട് സവാള അവോയ്ഡ് ചെയ്യാൻ പാടില്ല. അതെന്തായാലും തീർച്ചയായിട്ടും ഇല്ല ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ വേണ്ട മസാലകളാണിത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കശ്മീരി മുളക് പൊടി ഞാനൊരു 1.5 സ്പൂൺ എടുത്തിട്ടുണ്ട്. മല്ലി പൊടി ഒരു 2 ടേബിൾ സ്പൂൺ, ചിക്കൻ മസാല ഒരു 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ കുറച്ചൊരു 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പൊടിയായിട്ട് ഉപയോഗിക്കേണ്ടത്. വെളിച്ചെണ്ണയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് ആ നാടൻ ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്കൊരു കട്ടിയുള്ള ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ചെറിയുള്ളിയും ജിഞ്ചർ ഗാർലിക്കും അതുപോലെ പച്ചമുളകും ഇട്ട് ഈ പേസ്റ്റല്ല തരിതരിയായിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുത്തതാണ്. ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതിനെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ്. ഇച്ചിരി ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് മൂത്ത് കിട്ടും. ഒരു 5 മിനിറ്റോളം നമ്മളിതൊന്ന് വാട്ടിയെടുക്കണം. നല്ലൊന്ന് വാടി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിതിനെ മൂപ്പിച്ചെടുക്കണം. ഈ ഒരു കളർ വരുന്നവരെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇതിനെ ഇതുപോലെ മൂപ്പിച്ചെടുക്കണം. സവാളയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമ്മളിതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു കളറ് ആവുന്നവരെ നമ്മളിതിനെ വഴറ്റിയെടുക്കുക വേണ്ടത്. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞ എല്ലാ പൊടികളും നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് തീ കുറച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് വേണം നമ്മളിനി ഈ പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല മൂപ്പിച്ചെടുക്കണം. നല്ല സ്മെല്ല് വരും. മസാലകളൊക്കെ ചൂടാവുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഇച്ചിരി എണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അടിക്കൊന്നും പറ്റാതെ നല്ലതായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ആ മണമൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ചോപ്പ് ചെയ്തിരിക്കുന്ന തക്കാളി ആഡ് ചെയ്യാം. തക്കാളി ആഡ് ചെയ്തിട്ട് വീണ്ടും ഈ മസാലയായിട്ട് മിക്സ് ചെയ്തിട്ട് തക്കാളിയിൽ നിന്ന് ഒരു എണ്ണ വരുമല്ലോ, തക്കാളി എണ്ണ വിടും. അതുവരേക്കും നമ്മളൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഒരു 2-3 മിനിറ്റിലേക്ക് നമ്മളിങ്ങനെ ചെയ്താൽ ഇത് മിക്സായി നല്ല വെന്ത് വരും. ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കൻ എടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ, അതിലേക്ക് ഞാൻ ഇച്ചിരി വെള്ളവും ചേർക്കുന്നുണ്ട്. ആക്ച്വലി ചിക്കനിൽ വെള്ളം അത് വിടും, ചിക്കൻ തന്നെ വെള്ളം വിടും. ബട്ട് ഇച്ചിരിയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് നമ്മൾ നല്ല കുറേ നേരം നന്നായിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അത് കാരണം നമുക്ക് ഗ്രേവി ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ല നമ്മൾ ഇച്ചിരി വറ്റിച്ചെടുക്കുന്നെങ്കിലും നമുക്ക് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം നിങ്ങൾ ആവശ്യം നോക്കി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഞാനിങ്ങനെ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ലിഡാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്ന് ഇതിൻ്റെ വേവ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നെല്ലാം ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് തിരിച്ചും ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നോൺ വെജ് ആകുമ്പോൾ നമ്മളെപ്പോഴും കുറച്ചധികം നേരം കുക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റ് വെച്ചിട്ട് ഇതുപോലെ നോക്കുന്നുണ്ട്. ടോട്ടൽ ഒരു 15 to 20 മിനിറ്റിൽ കുക്കിംഗ് ആവശ്യമുണ്ട് ഇതിന്. അപ്പം ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. എന്നാലും നമ്മൾ ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ ചിക്കനിൻ്റെ പീസിൽ പിടിച്ച് വരണം. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടി ഞാനത് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക് യു.